ക്രിസ്മസ് ഗിഫ്റ്റിൻ്റെ തുടക്കം ക്രിസ്തു എന്ന ഗിഫ്റ്റ് തന്നെയാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയ ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്ന മേൽവിലാസമുള്ള ഗിഫ്റ്റ്. ആ ഗിഫ്റ്റിൻ്റെ ഓർമ്മയാണ് പിന്നെ സകല ക്രിസ്മസ് ഗിഫ്റ്റുകളും. ഇനി ക്രിസ്മസ് ഗിഫ്റ്റ് വളരെ പോപ്പുലറായി മാറിയതിൻ്റെ കാരണം എന്താണ്? 3 രാജാക്കന്മാർ ഉണ്ണീശോയ്ക്കുള്ള ഗിഫ്റ്റുകളുമായി വന്നു. സ്വർണം, മീറ, കുന്തിരിക്കം. സ്വർണം രാജകീയ ജീവിതത്തിൻ്റെ പ്രതീകം, ദൈവികതയുടെ പ്രതീകമായ മീറ, ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ പ്രതീകമായ കുന്തിരിക്കം. ഇത് 3 സമർപ്പിച്ചു. പിന്നീട് സെൻറ്റ് നിക്കോളാവോസാണ് അതിൻ്റെ ഓർമ്മയിൽ ക്രിസ്മസ് ദിനങ്ങളിൽ ആരും അറിയാതെ ഗിഫ്റ്റുകൾ വീടുകളുടെ ഉമ്മറത്തും മറ്റും ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങിയത്. ആ ഗിഫ്റ്റുകൾ ആളുകളെ ജീവിപ്പിക്കുന്ന ഗിഫ്റ്റുകളായിരുന്നു, അർത്ഥം പകർന്നു കൊടുക്കുന്ന ഗിഫ്റ്റുകളായിരുന്നു. അങ്ങനെ ഗിഫ്റ്റുകൾ പകർന്നു കൊടുക്കുന്ന സെൻറ്റ് നിക്കോളാവോസിൽ നിന്നും പാരമ്പര്യം സ്വീകരിച്ച് ആളുകൾ ക്രിസ്മസ് ദിനങ്ങളിൽ ഗിഫ്റ്റ് കൈമാറാൻ തുടങ്ങി. പിന്നെ വന്ന് ഇപ്പോൾ വളരെ എക്സ്പെൻസീവായ ഗിഫ്റ്റുകളൊക്കെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ധാരാളം രീതിയിലുള്ള ക്രിസ്മസ് ഗിഫ്റ്റുകൾ കാണാം നമുക്ക്. എന്തെന്ത് വിലപിടിച്ച ക്രിസ്മസ് ഗിഫ്റ്റുകളാണ്, അല്ലെങ്കിൽ എന്തെന്ത് വിചിത്രമായ ക്രിസ്മസ് ഗിഫ്റ്റുകളാണ് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൽ 3 ക്രിസ്മസ് ഗിഫ്റ്റുകൾ പ്രത്യേകമായ വിധത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഈ 3 ക്രിസ്മസ് ഗിഫ്റ്റുകളെ ധ്യാനിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ചരിത്രത്തിലെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത 3 ക്രിസ്മസ് ഗിഫ്റ്റുകൾ. 1, 1222 ക്രിസ്മസ് ഗിഫ്റ്റ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ക്രിസ്തുവാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ യൂറോപ്പിൽ ആളുകൾ ഇക്കാര്യം മറന്നുപോയി. ആളുകൾ പരസ്പരം ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ്. അതിനിടയിൽ ക്രിസ്തുവാണ് ഗിഫ്റ്റ് എന്ന കാര്യം മറന്നു, ക്രിസ്തു എന്ന ഗിഫ്റ്റിനെ ഉൾക്കൊള്ളണം എന്ന കാര്യം മറന്നു, കൊടുക്കണം, പകർന്നു കൊടുക്കണം എന്ന കാര്യവും മറന്നു. അപ്പോൾ ഫ്രാൻസിസ് അസീസി എന്താണ് ചെയ്യുക? ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ആളാണ്. അദ്ദേഹം ഒരു ക്രിബുണ്ടാക്കി. ആ ക്രിബിൽ അതിസുന്ദരമായിട്ട് ബെത്ലഹേമിലെ ആ ജനന നാളിലെ അനുഭവങ്ങൾ കൊത്തിവെച്ചു, സുന്ദരമായ. എന്നിട്ട് അദ്ദേഹം ഉണ്ണീശോയും കൊണ്ട് അവിടെ ഇരുന്നു. കാരണം അതിനു മുമ്പത്തെ ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ ക്രിസ്മസ് ഒരുക്കത്തിനിടയിൽ ഉണ്ണീശോയെ കാണാതായി. അന്ന് അദ്ദേഹം കരഞ്ഞ് ലിയോട് പറഞ്ഞു, മങ്കായിൽ ക്രിസ്തോ, അതായത് ക്രൈസ്റ്റ് ഈസ് മിസ്സിങ്. ഉണ്ണീശോയെ കാണാനില്ല. അത് ഇറ്റാലിയൻ ഭാഷയിലെ ഒരു പ്രയോഗമായി മാറി, മങ്കായിൽ ക്രിസ്തോ, ക്രൈസ്റ്റ് ഈസ് മിസ്സിങ്. അപ്പോൾ ആ ക്രൈസ്റ്റ് ഈസ് മിസ്സിങ് എന്ന അനുഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരാളും കവർന്നെടുക്കാത്ത വിധത്തിൽ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് ഫ്രാൻസിസ് അസീസി അവിടെ അങ്ങനെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം പതുക്കെ പതുക്കെ ക്രിസ്തുവിൻ്റേതുപോലെയായി മാറി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ക്രിസ്തുവിൻ്റേതായി മാറി. ആ ചിരി പോലും ക്രിസ്തുവിൻ്റേതായി മാറി. ലിയോ പറഞ്ഞു, ഫ്രാൻസിസ് പതുക്കെ പതുക്കെ നീ ഇല്ലാതാകുന്നു, പതുക്കെ പതുക്കെ ക്രിസ്തു മാത്രം നിറയുന്നു. ഇപ്പോൾ നീ ഇല്ല, ആ പുൽക്കൂട്ടിൽ ക്രിസ്തു മാത്രം. അതാണ് ക്രിസ്മസ്. ഞാൻ അപ്രത്യക്ഷമാകുമ്പോഴാണ് ക്രിസ്തു പ്രത്യക്ഷനാവുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റാക്കി ഫ്രാൻസിസ് അസീസി മാറ്റിയത് അതുതന്നെയാണ്. അദ്ദേഹം യഥാർത്ഥ ക്രിസ്മസ് ചൈതന്യം തിരികെ കൊണ്ടുവന്നു. ആ ക്രിസ്തുവിനെ എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് നൽകി. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. രണ്ടാമത്തെ ക്രിസ്മസ് ഗിഫ്റ്റ്, ചരിത്രത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒരു ക്രിസ്മസ് സമ്മാനമായിരുന്നു. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയത് ഫ്രാൻസുകാരാണ്. സമ്മാനം ഏറ്റുവാങ്ങിയത് അമേരിക്കക്കാരാണ്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇന്നും ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാലിറ്റി എന്നിങ്ങനെ മൗനമായിട്ട് വാചാലമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് നൽകിയവരുടെയും ഗിഫ്റ്റ് സ്വീകരിച്ചവരുടെയും ലക്ഷ്യം എന്തായിരുന്നു? യഥാർത്ഥ സ്വാതന്ത്ര്യം ലോകം മുഴുവൻ എൻലൈറ്റൻമെൻറ്റ് അനുഭവം നൽകണം.
ശരിക്കും വെട്ടത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് മനുഷ്യർ ഈക്വലായി മാറുന്നതാണ്, മനുഷ്യർക്ക് സാഹോദര്യം ഉണ്ടാകുന്നതാണ്, മനുഷ്യർക്ക് യഥാർത്ഥ ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ യഥാർത്ഥ സ്വർഗീയ അന്തരീക്ഷം ഉണ്ടാകും. അങ്ങനെയുള്ള സ്വർഗോന്മുഖമായ യാത്ര നടത്താനാണ് ക്ഷണം. അപ്പോൾ ഇതുമൊരു ചരിത്രത്തിലെ സുന്ദരമായ ക്രിസ്മസ് ഗിഫ്റ്റായി നിലകൊള്ളുന്നു. മൂന്നാമത്തെ സുന്ദരമായ ക്രിസ്മസ് ഗിഫ്റ്റ് 1914 സംഭവിക്കുക. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ, 5-6 മാസങ്ങളായി. ആ ഡിസംബർ മാസത്തിൽ ബെനഡിക്റ്റ് 15 പാപ്പ പരസ്പരം പോരാടുന്നവരെ ആഹ്വാനം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ മാലാഖമാർ ഹല്ലേലൂയ ഗ്ലോറിയ പാട്ടുകൾ പാടുന്ന ദിവസങ്ങളിലെങ്കിലും വെടിയൊച്ച നിർത്തുവാൻ നിങ്ങളൊന്ന് ശ്രമിച്ചുകൂടെ. ആരും ആദ്യമൊന്നും അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഒരു പക്ഷേ ഈ ധീനമായ വിലപനത്തിൻ്റെ അനുരണനങ്ങൾ ആരുടെയൊക്കെയോ ഹൃദയത്തിൽ ഒരു എക്കോ സൃഷ്ടിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ UK സ്ത്രീകൾ ജർമ്മനിയിലെ സ്ത്രീകൾക്ക് ക്രിസ്മസ് ലവ് ലെറ്റർ എന്ന പേരിൽ പരസ്പര റിക്വസ്റ്റിൻ്റെ ലെറ്റർ എഴുതി യുദ്ധം നിർത്തുക, സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വരിക. അപ്പോൾ ഈ ലവ് ലെറ്ററുകൾ, ക്രിസ്മസ് ലവ് ലെറ്ററുകളും ആരുടെയൊക്കെ ഹൃദയത്തെ തൊട്ടുണർത്തിയിട്ടുണ്ടാവാം. ഇനി 1914 24 രാത്രി മുതൽ 26 ഉച്ചവരെ ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. ക്രിസ്മസ് സീസ് ഫയർ എന്നറിയപ്പെടുന്നു. അത് എന്താണ് സംഭവിച്ചത്? 100,000-ലധികം ആളുകൾ നോ മാൻസ് ലാൻഡ് എന്ന് അറിയപ്പെടുന്ന യുദ്ധഭൂമിയിൽ നിരനിരയായി നിൽക്കുകയാണ്. പരസ്പരം വെടിയുതിർത്തുകൊണ്ട് കൊന്നുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ മനുഷ്യർ ഈ സമയത്ത് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി വെടിയുണ്ട ഉതിർക്കുന്നത് നിർത്താൻ തീരുമാനിച്ചു. അവരങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതായത് അന്നത്തെ ദിവസത്തേക്കെങ്കിലും യുദ്ധമില്ല, പരസ്പരം വെടിയുണ്ടകൾ ഉതിർക്കുന്നത് വേണ്ടെന്ന് വെച്ചു. അത് ചരിത്രത്തിലെ ഒരു നിർണായക തീരുമാനമായിരുന്നു. 100,000 ആളുകൾ പരസ്പരം കൈകോർക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു, അവർ ക്രിസ്മസ് ട്രീകൾ ഒരുക്കുന്നു, പെട്ടെന്ന് ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റിംഗ് അയച്ചുകൊണ്ട് കരോൾ ഗീതം പാടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത സമയം വരെ ശത്രുക്കളായിരുന്നവർ അല്പനേരത്തേക്ക് ശത്രുത മറക്കുകയാണ്, അല്പനേരത്തേക്ക് അവർ സുഹൃത്തുക്കളായി മാറുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ഏഞ്ചൽസ് പാട്ടുപാടാൻ തുടങ്ങും. ആ സ്ഥലത്തിന് തന്നെ പേര് നോക്കുക, നോ മാൻസ് ലാൻഡ്. അതായത് ഈ യുദ്ധം ചെയ്യുന്ന ഈ ഇടം ആരുടെ ഇടമല്ല, നോ മാൻസ് ലാൻഡ്. അത് സത്യത്തിൽ പിശാചിന് കടം കൊടുത്ത ഇടമായിരിക്കാം, കാരണം അതൊരു കബറിടം പോലെയാണല്ലോ. ആ നോ മാൻസ് ലാൻഡ് ഡിവൈൻ ലാൻഡായി പെട്ടെന്ന് പരിണമിക്കുന്നു. ആരോ ഒരാൾ പിന്നീട് കുറിപ്പെഴുതി, അല്പനേരത്തേക്ക് അവിടെ ഹല്ലേലൂയ ഗീതി മുഴങ്ങി. വളരെ ചെറിയ സമാധാനത്തിൻ്റെ ദിനങ്ങൾ, അത് കഴിഞ്ഞു പോകും എന്നറിയാം. അടുത്ത ആഫ്റ്റർനൂൺ തുടങ്ങിയപ്പോൾ തന്നെ പരസ്പരം കൊല്ലാൻ തുടങ്ങി. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിട്ട് ചരിത്രകാരന്മാർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായോ? ഇമ്പാക്റ്റ് ഉണ്ടായില്ല. കാരണം യുദ്ധം അതിനുശേഷവും തുടർന്നു പോയി. ഒരുപാട് ആളുകൾ അതിനുശേഷവും കൊല ചെയ്യപ്പെട്ടു. പരസ്പരം ശത്രുതയും പോർവിളിയും ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ 1914 ക്രിസ്മസും ക്രിസ്മസിൻ്റെ ആ സമാധാന ഗിഫ്റ്റും ആളുകൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന പേരിലുള്ള സിനിമ, അതുപോലെ ധാരാളം ഡോക്യുമെൻ്ററി സിനിമകൾ ഈ ഓർമ്മയെ മറ്റുള്ളവരെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് ഉണ്ടായി. ഏതായാലും ചരിത്രം ഈ ദിനത്തെ അതിസുന്ദരമായൊരു ദിനമായിട്ട് ഓർത്തെടുക്കുകയും ചെയ്യും.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് വരുന്നു. ഗിഫ്റ്റുകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. എന്ത് ഗിഫ്റ്റാണ്? ആദ്യത്തെ ഗിഫ്റ്റ് ക്രൈസ്റ്റ് എന്ന ഗിഫ്റ്റിനെ സ്വീകരിക്കുക. രണ്ടാമത്തെ ഗിഫ്റ്റ് ക്രൈസ്റ്റായി മാറി മറ്റുള്ളവരിലേക്ക് പരന്ന് ഒഴുകുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. തീർത്തും ഒറ്റപ്പെട്ട ഒരാൾക്ക് ക്രിസ്മസ് ദിനത്തിൽ സമ്മാനപ്പൊതികളുമായി മറ്റൊരാളെത്തി. അയാൾ ആ സമ്മാനപ്പൊതി നൽകി. അതിൽ സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട്, യു ആർ നോട്ട് ഫോർഗോട്ടൺ. നീ ഒറ്റക്കല്ല, ഞാൻ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ഇത്തവണ ഒറ്റക്കായി പോയ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറിക്കൂടെ? ഒരു പക്ഷേ ഒറ്റപ്പെട്ട തുരുത്ത് പോലെ കഴിയുന്ന ഒരാളെ ഒന്ന് വിളിച്ചുകൂടെ? അയാളെ സന്ദർശിച്ചുകൂടെ? അയാൾക്ക് ചെറു സമ്മാനം കൊടുത്തുകൂടെ? നിങ്ങൾ ആൾക്കൂട്ടത്തിനിടയിലായിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ധാരാളം മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. ഈ ചുറ്റിലുമുള്ള ആളുകൾ എപ്പോഴും ഉണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരാൾ പോലും കൂടെയില്ലാത്ത ആരൊക്കെയോ ഉണ്ട്. അവരെ തേടി പോകലല്ലേ ക്രിസ്മസ്? എല്ലാം വിട്ടെറിഞ്ഞ് ഒന്നുമില്ലാത്തവൻ്റെ ഒന്നുമില്ലായ്മയിലേക്ക് താഴ്ന്നിറങ്ങിയതിൻ്റെ ഓർമ്മയാണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് someone who is simply forgotten. Seek someone who has no one. No man's land പോലെയായി മാറിയ ആരൊക്കെയുണ്ട്? അയാളെ തേടി ചെല്ലുക, അയാൾക്ക് ഗിഫ്റ്റായി മാറുക. നല്ല യാത്ര നേരുന്നു.